നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവും നിലവിലെ KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം കേരളം ഒന്നടങ്കം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. ജയിൽ മോചിതനായ ശേഷം നടത്തിയ പ്രസ്താവനയിൽ ഭരണകക്ഷികൾക്കെതിരെയുള്ള തൻ്റെ പോരാട്ട വീര്യം ഒരിഞ്ച് പോലും കുറഞ്ഞിട്ടില്ലെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി നൽകിയ നിരുപാധികമായിട്ടുള്ള പിന്തുണയിൽ താൻ അങ്ങേയറ്റം സംതൃപ്തനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് അകലുകയും BJPയിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ BJP CPM കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ച വാർത്തകളെയും അഭ്യൂഹങ്ങളെയും അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ പ്രചരണങ്ങളെ രാഷ്ട്രീയ ലാക്കോടെയുള്ളതും തന്നെ വേട്ടയാടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം വിലയിരുത്തുകയാണ്. കോൺഗ്രസ് പാർട്ടിയോടും തനിക്ക് പിന്തുണ നൽകിയ പ്രവർത്തകരോടും പറഞ്ഞാലും തീരാത്ത കടപ്പാടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് സന്ദീപ് വാര്യർ അടക്കം 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. താൻ ഉൾപ്പെടെ 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴിഞ്ഞ 10 ദിവസമായി അന്യായമായിട്ട് തടങ്കലിൽ വെച്ചു. ആദ്യ 2 ദിവസം കൊട്ടാരക്കര സബ് ജയിലിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലുമായിരുന്നു തങ്ങളെ തടവിൽ പാർപ്പിച്ചത്. തങ്ങളുടെ ജാമ്യാപേക്ഷയെ പോലീസ് ആദ്യഘട്ടത്തിൽ ശക്തമായി എതിർത്ത് തള്ളിച്ചുവെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചു. തുടർന്ന് കോൺഗ്രസ് നേതൃത്വം മികച്ച ഒരു അഭിഭാഷക സംഘത്തെ തന്നെ നിയോഗിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതിലൂടെയാണ് തങ്ങൾക്കെല്ലാം ജാമ്യം ലഭിച്ചത്. ഈ നിയമപരമായിട്ടുള്ള സഹായം നൽകിയ പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം അതീവ ബഹുമാനം രേഖപ്പെടുത്തി. ജയിൽവാസ കാലയളവിൽ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയ പരിപൂർണമായിട്ടുള്ള പിന്തുണയും സഹകരണവും സന്ദീപ് വാര്യർ പ്രസ്താവനയിൽ പ്രത്യേകം എടുത്ത് പരാമർശിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ വിവരങ്ങളൊക്കെ നേരിട്ട് അന്വേഷിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജയിലിലെത്തി പ്രവർത്തകരെ നേരിട്ട് സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, UDF കൺവീനർ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ അനിൽകുമാർ, വിഷ്ണുനാഥ്, അതുപോലെ MP മാരായിട്ടുള്ള ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA മാരായിട്ടുള്ള KPCC, DCC, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കൾ എന്നിവരടക്കം തന്നെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് സന്ദീപ് വാര്യർക്കും ബാക്കിയുള്ളവർക്കുമായിട്ട് പിന്തുണയുമായിട്ട് ജയിലിന് മുന്നിലെത്തിയത്. ലക്ഷക്കണക്കിന് കോൺഗ്രസ് UDF പ്രവർത്തകർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും അദ്ദേഹം ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും അറിയിച്ചു. താൻ ജയിലിൽ പോയത് ഒരു തികഞ്ഞ അഭിമാന ബോധത്തോടെയും അതോടൊപ്പം തന്നെ ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുമാണെന്ന് സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണം മാത്രമല്ല, പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കേരളത്തിലെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ഭക്തർ സമർപ്പിച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ CPM നേതാക്കൾ മോഷ്ടിച്ചതായി പുറത്തു വരുന്ന തെളിവുകൾ പോലും സൂചിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല വിശ്വാസത്തെ ഒരു കറവ പശുവാക്കി കോടികൾ സമ്പാദിക്കുന്ന CPM അവരുടെ ആ നേതൃത്വത്തിൻ്റെ ക്ഷേത്രക്കൊള്ളയ്ക്കെതിരെ മുഴുവൻ വിശ്വാസി സമൂഹവും അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചു. വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയവികാരം മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഒരു വലിയ ബഹുജന പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ജയിൽ മോചിതനായ ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയിൽ താനും പങ്കെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പോലീസ് മർദ്ദനവും ജയിൽവാസവും ശാരീരികമായി ക്ഷീണിപ്പിച്ചിരിക്കാമെങ്കിലും തങ്ങളുടെ മനസ്സിനെയോ പോരാട്ട വീര്യത്തെയോ ഒരിഞ്ച് പോലും പിറകോട്ടടിക്കാൻ പിണറായി വിജയൻ്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന സന്ദീപ് വാര്യറുടെ ഈ പ്രസ്താവന ഭരണകൂടത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാട് ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. കോൺഗ്രസുമായി അദ്ദേഹം അകന്നുവെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള തക്കതായിട്ടുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഈ വാക്കുകൾ. അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് CPMനും പിണറായി വിജയനും എന്നും ഒരു വിനോദമാണ്. ഇന്ന് ഏറ്റവും ഭയമുള്ള ഒരു നേതാവായി സന്ദീപ് വാര്യർ അവർക്ക് മാറിയിരിക്കുന്നുവെന്നതിൻ്റെ ഒരു തെളിവാണെന്നും അദ്ദേഹം ഇത് കൂട്ടിച്ചേർത്തു. ഓരോ പ്രതിസന്ധിയിലും 100 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുന്ന സന്ദീപ് വാര്യരെയാണ് കേരള രാഷ്ട്രീയം ഇനി കാണാൻ പോകുന്നതെന്നും അദ്ദേഹം പ്രത്യാശയും പ്രകടിപ്പിച്ചു.